അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ആദ്യം തന്നെ പ്രശാന്തിൻ്റെ പേര് വീണ്ടും കൊണ്ടുവരിക. അപ്പോൾ തന്നെ അങ്ങനെ തീരുമാനിക്കുന്നില്ല, അങ്ങനെ ഉദ്ദേശിക്കുന്നില്ല, ഞങ്ങൾ വളരെ പ്രാപ്തനായ ഒരാളെ കൊണ്ടുവരുന്നു എന്ന ഒരു അന്തരീക്ഷം ഉണ്ടാക്കി ചെയ്ത്. ഇത് മുമ്പും സർക്കാരുകൾ ചെയ്തിട്ടുണ്ട്. ശ്രീമതി സുഗതകുമാരിയെ വനിതാ കമ്മീഷൻ്റെ ചെയർപേഴ്സണായിട്ട് നിയമിച്ച പോലെ അത് ഇതുപോലത്തെ ഒരു നീക്കമായിരുന്നു. സുഗതകുമാരിക്ക് പ്രത്യേകിച്ച് ഇടതുപക്ഷ രാഷ്ട്രീയമായിട്ടോ വലതുപക്ഷ രാഷ്ട്രീയമായിട്ടോ പ്രത്യേകിച്ച് അടുപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അവരെ വനിതാ കമ്മീഷൻ്റെ ചെയർപേഴ്സണാക്കുന്നു. അതല്ലെങ്കിൽ ജസ്റ്റിസ് ശ്രീദേവിയെ കൊണ്ടുവരുന്നു. അല്ലെങ്കിൽ എം ടി വാസുദേവൻ നായർ സാഹിത്യ അക്കാദമിയുടെ പ്രസിഡൻ്റാകും. അപ്പോൾ രാഷ്ട്രീയമായിട്ട് വളരെ ന്യൂട്രലായിട്ടുള്ള ഒരാളാണ് എം ടി വാസുദേവൻ നായർ. എം ടി വാസുദേവൻ നായർ വന്നുകൊണ്ട് സാഹിത്യ അക്കാദമി നന്നായോ എന്ന് ചോദിച്ചാൽ അതൊരു വലിയ ചോദ്യമാണ്. നേരെ മറിച്ച് എം ടി വാസുദേവൻ നായർ അഴിമതിക്കാരനായോ അദ്ദേഹം സ്വജനപക്ഷപാതക്കാരനായോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം. അദ്ദേഹത്തിന് പ്രത്യേകിച്ച് പേരുദോഷമൊന്നും ഉണ്ടായില്ല. അതുപോലെ തന്നെ അദ്ദേഹത്തെ തുഞ്ചൻ സ്മാരക സമിതിയുടെ താക്കോൽ സ്ഥാനത്ത് കൊണ്ടുവന്നു. അദ്ദേഹം തുഞ്ചൻ പറമ്പ് വൃത്തിയാക്കുകയും ഓടി പിടിപ്പിക്കുകയും ഇന്ന് കാണുന്ന രീതിയിൽ അതിനെ വളർത്തിയെടുക്കുകയും ചെയ്തു. അതിൻ്റെ ക്രെഡിറ്റ് മാർക്സിസ്റ്റുകാർ അടിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല.